സ്റ്റാർട്ട് ചെയ്താലോ. ഞാനിപ്പം മുഖം മാത്രം വാഷ് ചെയ്തിട്ട് വന്നിട്ടിരിക്കുകയാണ്. ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ഈ മോയ്സ്ചറൈസറാണ്, ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസറാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഞാൻ ഭയങ്കര ഫാനാണ് ഈ ഡോട്ട് ആൻഡ് കീയുടെ. അപ്പോൾ അതിൻ്റെ മോയ്സ്ചറൈസറാണ് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് വിറ്റാമിൻ സി അടങ്ങിയ ഒരു മോയ്സ്ചറൈസറാണ്. നമുക്ക് ഫസ്റ്റ് ഇത് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ താഴെ ഒരു മിറർ വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ താഴോട്ട് നോക്കും. ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ കേട്ടോ, വളരെ കുറച്ചേ എടുക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീനാണ്. ഇതും വൈറ്റമിൻ സി അടങ്ങിയ സൺസ്ക്രീനാണ്. ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ, ഒത്തിരി എടുക്കുന്നില്ല. ഇപ്പം ഞാൻ അങ്ങനെ വെളിയിൽ പോകാൻ വേണ്ടി ഒരു ഗെറ്റ് റെഡി വിത്ത് മീ അല്ല കേട്ടോ. ജസ്റ്റ് ഒരു കണ്ടൻറ്റ്, ഒരു ഷൂട്ടിങ്ങിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അതുകൊണ്ട് അധികം എടുക്കുന്നില്ല. അപ്പോൾ നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ലൊരു ഫ്രഷ് ഫീലിംഗ് നമുക്കുണ്ടാവും. പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നില്ല. അപ്പം നെക്സ്റ്റ് വൺ വന്നിട്ട് ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ ഒരു ചെറിയൊരു കളർ കറക്റ്ററാണ്. ഞാൻ എൻ്റെ കണ്ണിൻ്റെ അടിയിലൊക്കെ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ചെറുതായിട്ട് കേട്ടോ, ഒത്തിരി ഇല്ല, ചെറുതായിട്ട്. ഇത് ഭയങ്കര അഫോർഡബിൾ റേഞ്ചിൽ വാങ്ങാൻ പറ്റുന്ന ഒരു കൺസീലറാണ്. നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒത്തിരി വേണ്ട കേട്ടോ ഇത്. അപ്പം അതും കൂടെ ആയപ്പോഴത്തേന് ഓൾമോസ്റ്റ് പകുതി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഒരു ഫൗണ്ടേഷൻ ഞാൻ യൂസ് ചെയ്യുന്നില്ല. അതിന് പകരം ഞാനൊരു BB ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫെയർ ആൻഡ് ലവ്ലിയുടെ BB ക്രീമാണ് കേട്ടോ. നല്ലതാണ്. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് 01 ആണ്. അപ്പം നമുക്കിത് കുറച്ചെടുക്കാം. ഞാനിത് കുറച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെയൊക്കെ ചെറുതായിട്ട് ഞാൻ ഇടുന്നുള്ളൂ, ഒത്തിരി ഇടുന്നില്ല. ഡോട്ടായിട്ട് ഇട്ടാൽ മതി കേട്ടോ. ഞാനിവിടെ ഒരു മിറർ വെച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും നോക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ എല്ലാം ഡോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പം നമുക്കിത് പതുക്കെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ പതുക്കെ ഇത് ഡാബ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എന്നാലേ ഇത് സെറ്റ് ആവത്തുള്ളൂ, അതായിരിക്കും നല്ലത്. ഞാൻ ജസ്റ്റ് ആദ്യം ഒന്ന് ഡാബ് ചെയ്യുന്നുണ്ട്, എന്നിട്ടേ ഉള്ളൂ നന്നായിട്ട് പ്രസ് ചെയ്തുള്ളൂ. നല്ല വെയിലുണ്ട് വെളിയിൽ. നിങ്ങളുടെ അവിടെയൊക്കെ മഴയാണോ? ഇവിടെ അത്യാവശ്യം വെയിലാണ് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാം ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മസ്റ്റ് ബൈ പ്രോഡക്റ്റായിട്ട് തന്നെ പറയും ഞാൻ. ഫൗണ്ടേഷനോ ഒന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതും മതി കേട്ടോ, നല്ലതാണ്. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് കൺമഷി എഴുതുന്നുണ്ട്, ഐലൈനർ എഴുതുന്നുണ്ട്, ചെറിയൊരു ബ്ലഷ്, ലിപ്സ്റ്റിക്ക്. കഴിഞ്ഞ എൻ്റെ മേക്കപ്പ്. ഫസ്റ്റ് ഇനി നമുക്ക് ചെയ്യേണ്ടത് കണ്ണെഴുതിയിട്ട് വരാം. ഞാൻ ഐ ഷാഡോ ഇടുന്നില്ല, അപ്പം കണ്ണെഴുതിയിട്ട് കാണാം. എനിക്ക് ക്യാമറയിൽ നോക്കി കണ്ണെഴുതാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ കണ്ണെഴുതിയിട്ട് നമുക്കിനി കാണാം. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണെഴുതിയിട്ടുണ്ട്. നമ്മുടെ ഹിമാലയയുടെയും സ്വിസ് ബ്യൂട്ടിയാണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പം കണ്ണ് സെറ്റാണ്. ഓൾമോസ്റ്റ് എല്ലാ മേക്കപ്പും കഴിഞ്ഞു. ഞാൻ വിചാരിക്കുന്നു ഒരു ബ്ലഷും കൂടെ ആവാവുന്ന. ഇത് NYBയുടെ ബ്ലഷാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ചെടുത്ത് ഇവിടെ ഇങ്ങനെ കൊടുക്കും. നമുക്കിതൊന്ന് സെറ്റായിട്ട് എടുക്കാം. പെട്ടെന്ന് സെറ്റാക്കിയിട്ടുണ്ട് ഞാൻ. ഇനിയും അധികം മേക്കപ്പ് ഒന്നും ഇല്ല. ലിപ്സ്റ്റിക് ഒന്ന് ഇടണം, മുടി ഒന്ന് സെറ്റ് ചെയ്യണം, അതോടെ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു. അപ്പം ഞാൻ ലിപ്സ്റ്റിക് ഇടുന്നത്, ഞാൻ വിചാരിക്കുന്നു സ്റ്റുഡിയോയുടെ ഒരു ലിപ്സ്റ്റിക് ഇടാം. ഇത് എനിക്ക് ഭയങ്കര ചേരാത്തൊരു ഷെയ്ഡാണ്. അതിൻ്റെ കൂടെ ഞാൻ മാക്കിൻ്റെ റൂബി ബൂം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇട്ട് മുടിയും ചെയ്തിട്ട് കാണാം കേട്ടോ. അതോടെ നമ്മുടെ മേക്കപ്പ് കഴിയും. ഈ ലിപ്സ്റ്റിക് ഇടുമ്പം തന്നെ നമ്മുടെ ലുക്കേ മാറും. അത്ര അടിപൊളി ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഒരു കളർ വേണ്ട, അതുകൊണ്ട് ഞാൻ ഇത് ഇട്ടൊന്ന് മിനിമൈസ് ചെയ്യാൻ പോവാണ് ഈ കളറ്. അങ്ങനെ ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് കണ്ണാടി നോക്കുവാണ് കേട്ടോ, അതാണ് അങ്ങോട്ട് നോക്കുന്നത്. ഞാൻ ലിപ്സ്റ്റിക് ഇട്ടപ്പോൾ കഴിഞ്ഞപ്പോൾ തന്നെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ആയതിന് എനിക്ക് മുടിയും കൂടെ ഒന്ന് സെറ്റാക്കണം. അപ്പോൾ മുടിയും കൂടെ സെറ്റാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ലിപ്സ്റ്റിക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടപ്പം എനിക്ക് നല്ലൊരു കളറ് കിട്ടിയിട്ടുണ്ട്. ഒരു ബ്രൈറ്റ് റെഡാണ്. അതിൻ്റെ കൂടെ ഇതൊരു ബ്രൗണിഷ് കളറും കൂടെ ആയപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം മുടി സെറ്റ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ എൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ജസ്റ്റ് മുടി അയച്ചിട്ടിട്ടേ ഉള്ളൂ. അപ്പം വളരെ സിമ്പിളായിട്ട് റെഡി ആവാൻ പറ്റും. 2 പ്രോഡക്റ്റ്സ് മാത്രമേ ഞാൻ ശരിക്കും യൂസ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ നമ്മുടെ സ്കിൻ കെയർ വരുന്നതാണല്ലോ. അപ്പം ബാക്കി 2 പ്രോഡക്റ്റ്സ് മാത്രം. അപ്പം നല്ലൊരു ലുക്ക് കിട്ടും. അപ്പം എൻ്റെ ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ മേക്കപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.